ലാലേട്ടനോട് പറഞ്ഞ് എനിക്ക് നിന്നോടൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈസലിനെതിരെ ഞാൻ ആരോപിച്ചുള്ള ആരോപണത്തിന് തെളിവ് തരണം. തൊട്ട് മുന്നിലുള്ള സീസണിലെ ആളുകൾക്ക് അവരുടെ ഒരു സർവൈവൽ ഇഷ്യൂ ആയിരിക്കാം അത്. അപ്പോൾ നിങ്ങൾ ലാലേട്ടൻ്റെ കുറച്ച് നിയന്ത്രണങ്ങൾ വെക്കാറുണ്ടോ? ലാലേട്ടൻ ഇങ്ങോട്ട് കാര്യങ്ങൾ പറയാറുണ്ടോ? ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണാറുണ്ടോ? ഔട്ടായതിനു ശേഷം ഞാൻ ചെയ്തത് നല്ലതായിരുന്നു, ഇതിലും നല്ലത് അതായിരുന്നു, ഇതായിരുന്നു എന്ന് പറയാൻ അവരെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അത് ഏൽപ്പിച്ചിരിക്കുന്ന ക്രൂ അവിടെ ഉണ്ട്. ബിഗ് ബോസിനെ എതിർത്ത് സംസാരിച്ച ആളുകളെ പോലും ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറ്റി ബിഗ് ബോസ് ജയിപ്പിക്കുകയും അതുപോലുള്ള പല കളികളും കളിക്കാവുന്ന ബുദ്ധിയുള്ള ബ്രില്യൻസ് ഉള്ള ആളാണ് ബിഗ് ബോസ്. അഖിൽമാരാ പറഞ്ഞ് പൈസ കൊടുത്ത് സ്വാധീനിച്ച ആളുകൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അയാൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെയാണോ അവരെ ഹോട്ടലിൽ താമസിപ്പിക്കുന്ന പോലെ എല്ലാത്തിലും മോണിറ്റർഡ് ആണ് ഈ ഷോ. അങ്ങനെ ഒരു ഷോയിൽ ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ്. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബിഗ് ബോസ് സീസൺ 3 എന്ന് വെച്ചാൽ 2021 ഷോ ഡയറക്ടറാണ്. ലാലേട്ടൻ എത്തുമ്പോൾ ഇദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അഭിമാനമാണ്. കാരണം തൊടുപുഴക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, അതിലുപരി എൻ്റെ ശിഷ്യനാണ് ഫൈസൽ പൂമാല. നമസ്കാരം. നമസ്കാരം. എനിക്ക് അങ്ങനെ പറഞ്ഞ് തുടങ്ങിയാൽ എങ്ങനെയാണ് ഫൈസലെ അല്ലേ? പിന്നെ ഇക്കാടെ ഇൻട്രൊഡക്ഷൻ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്നുണ്ട്. നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നമ്മൾ രണ്ടുപേരുടെയും ആശാൻ എന്ന് വിളിക്കുന്ന ബെന്നിച്ചേട്ടനെ ഞാൻ ഈ നിമിഷത്തിൽ ഭയങ്കരമായിട്ട് നന്ദി പറയുന്ന ഒരു സന്തോഷമുണ്ട് എനിക്ക്. ബെന്നി ഇല്ലെങ്കിൽ ഫൈസൽ ഇവിടെ ഒന്നും എത്തില്ല. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ കൂടെ കൂടി ബെന്നിയോടൊപ്പം വന്നില്ലെങ്കിൽ ഫൈസൽ ഒരിക്കലും ഈ ചെയറിൽ ഇരിക്കേണ്ട ആളുമല്ല. ഉറപ്പായിട്ടും അല്ലേ? ഫൈസലിൻ്റെ ഈ വളർച്ച കാണുമ്പോൾ നമുക്കൊക്കെ അഭിമാനമാണ്. 100% അല്ലേ? തൊടുപുഴയിലെ പൂമാല എന്ന സ്ഥലത്ത് നിന്നും പഠിക്കാൻ കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് പുഷ്പ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് ഞങ്ങളുമായിട്ട് കൈകോർത്ത് വീഡിയോ ലൈറ്റ് അടിച്ച് നമ്മളൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ പിന്നീട് സ്വന്തം കഴിവുകൊണ്ട് ഇവിടം വരെ എത്തിയ ഒരു വ്യക്തിയാണ് അല്ലേ? സ്വന്തം കഴിവ് മീൻസ് നിങ്ങളെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, ഒരുപാട് ആഗ്രഹിച്ചു. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. ഇപ്പം സന്തോഷത്തിന് മുഹൂർത്തം അല്ലേ? ഭയങ്കര സന്തോഷിക്കുന്ന മുഹൂർത്തമാണ്. എല്ലാ നിമിഷവും ആ സന്തോഷം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ ഉള്ളതും. അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നാറുണ്ട്. എന്നും തൊടുപുഴയെ ഓർക്കുന്നു അല്ലേ? തൊടുപുഴയാണ് എപ്പോഴും. അല്ലാതെ സമയം കിട്ടിയാൽ നാട്ടിൽ പോകും പിന്നെ ഉറപ്പായിട്ടും അല്ലേ? ആ ഗ്രാമം പൂമാലയാണെങ്കിലും നമുക്കെന്നും ഹൃദയം ചേർത്ത് പിടിക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ നാട്. ഉറപ്പായിട്ടും. ഞാനും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിനായിട്ട് കുറേ നാൾ നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ഒരു കുടുംബമേളയിൽ വെച്ച് നമ്മൾ ആദരിച്ച് നമ്മളിപ്പോൾ ഓർക്കുവാണ്. അതെ. അന്ന് നമ്മൾ ഓർത്ത ബെന്നിനെയാണ് ഓർത്തത്. ഉറപ്പായിട്ടും. പിന്നെ ബെന്നിച്ചേട്ടനെ കുറിച്ച് പറയാതെ നമുക്കൊരു ദിവസം പോലും ഇല്ല. തീർച്ചയായിട്ടും. എന്തായാലും ഫൈസലിൻ്റെ യാത്ര ഫലം കണ്ടുള്ള യാത്രയിലാണ് അല്ലേ? ഇപ്പോൾ മൊത്തം എത്ര പരസ്യമാണ് ഡയറക്റ്റ് ചെയ്തത്? ഇപ്പം ഞാനൊരു 10-200 പരസ്യങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ കേരളത്തിലും മുംബൈയിലും പല സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. മോഹൻലാലുമായിട്ട് ഏതൊക്കെ നമുക്കിപ്പോൾ എടുത്തു പറയാൻ സീനിയറായ നമുക്ക് ഏറ്റവും വലിയ നടന്മാരുടെ പേര് ഒത്തിരി പേര് ചെയ്തു. അങ്ങനെ ഒരു മോഹൻലാൽ ഉൾപ്പെടെയുള്ള എത്ര പേരെയാണ്? ഇപ്പോൾ ലാൽ സാറിൻ്റെ ചെയ്തു, ശരത് കുമാർ, നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ, ഇപ്പോൾ ദുൽഖർ, കേരളത്തിലുള്ള എല്ലാവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരുമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശോഭന, പിന്നെ മലയാള സിനിമയിലുള്ള എല്ലാവരുമായിട്ട് തന്നെ ഓൾമോസ്റ്റ് സീനിയേഴ്സ് ആൾക്കാരായിട്ടൊക്കെ എല്ലാവരുമായിട്ട് പരസ്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ പല ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പുള്ളിമൂട്ടിൽ സിൽക്സ്, അപ്പോൾ അത് ഭാവനയെ വെച്ച് ചെയ്തു. അജ്മി, അങ്ങനെ ഒരുപാട്, അജ്മി പുട്ടുപൊടി, ഒരുപാട് ആളുകളായിട്ട് ചെയ്തു. പിന്നെ ശരത് കുമാർ സാറ്, പിന്നെ വെങ്കിട്ട് പ്രഭു തമിഴിലെ, പിന്നെ ഒരുപാട് നല്ല DOPs, രവിവർമ്മൻ, ഓം പ്രകാശ്, ഒരുപാട് ആൾക്കാരായിട്ടെല്ലാം വർക്ക് ചെയ്തു, ടെക്നീഷ്യൻസൊക്കെ ആയിട്ട്. പിന്നെ ഞാനിപ്പം രൺവീർ സിംഗ് ആയിട്ട് മേക്ക് മൈ ട്രിപ്പിൻ്റെ ആഡിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് വർക്കുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു? പെട്ടെന്ന് മാറി അവിടെ വന്ന് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ഒരു വീഡിയോഗ്രാഫറായിട്ട് അറിയണമെന്ന് ആഗ്രഹിച്ച ആൾ പെട്ടെന്ന് മറ്റൊരു മേഖലയിലേക്കാണ് ഫൈസൽ വരുന്നത്. എങ്ങനെയാണ് യാത്രയുടെ ഒരു തിരിച്ചു വരവ്? ആക്ച്വലി ഇപ്പോൾ ചെറുപ്പം മുതലേ ഒരു ക്യാമറമാൻ ആവാന്നുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ
ഈ ഒരു ക്യാമറ എടുത്തുകൊണ്ട് ഫോട്ടോ എടുത്ത് നടക്കുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് അത് ബെന്നിച്ചേട്ടനിലൂടെ ഈ കലയിലൂടെ എല്ലാം അതൊരു കല്യാണ വീഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈറ്റ് ബോയ് ആയിട്ടൊക്കെ നിങ്ങളുടെ കൂടെ വന്നു. അതിനുശേഷം ഒരു സിനിമാറ്റോഗ്രാഫർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ കുറേ നടന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു അഡ്വർടൈസിങ് കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പം ഐ സ്റ്റാർട്ടഡ് വിത്ത് മാർക്കറ്റിംഗ് ജോബ്. അങ്ങനെ ഞാൻ കുറേ ക്ലയൻറ്റിനെയൊക്കെ മാർക്കറ്റ് ചെയ്തു, വർക്ക് ചെയ്തു. പിന്നെ ഗ്രാജുവലി ഞാനൊരു 6 months ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഐ സ്റ്റാർട്ടഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്തു. സോ ഐ ബിക്കെയിം ആഡ് ഫിലിം ഡയറക്ടർ. ഞാൻ അങ്ങനെയായി കുറച്ചധികം വർക്കുകൾ ഇങ്ങനെ പോയി. അപ്പോൾ എനിക്ക് TVC ഫാക്ടറി സി ജോയ് ചേട്ടനായിട്ട് നല്ലൊരു അസോസിയേഷൻ കിട്ടി. അപ്പം മൈ ഗ്രോത്ത് ബിക്കം മോർ ഗുഡായി. നല്ല ക്ലയൻസിലേക്കൊക്കെ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്ലയൻറ്റിനും വേണ്ടിയിട്ടും നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ എവറി ക്ലയൻറ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെയാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. സോ അങ്ങനെ ദാറ്റ്സ് ഹൗ ഐ ബിക്കം ആൻ ആർട്ട് ഫിലിം മേക്കർ. ഐ എം ഡെഫിനറ്റ്ലി പ്ലാനിങ് മൈ സിനിമ അതിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും. പക്ഷേ സിനിമോട്ടോഗ്രാഫി എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ എൻ്റെ വർക്കിന് എപ്പോഴും ഞാൻ ഏറ്റവും ബെസ്റ്റ് DOPsന് വയ്ക്കാനായിട്ട് ശ്രമിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് ഞാൻ എപ്പോഴും കണ്ടെത്താറുണ്ട്. അപ്പം ബിക്കോസ് ടു ഗെറ്റ് മോർ എക്സ്പീരിയൻസസ് ഫ്രം ദ ബെസ്റ്റ് DOPs. സോ എനിക്ക് ഭയങ്കര ക്രൈസാണ് ഇപ്പോഴും ഒരു DOP ആകുക എന്നുള്ളത്. സോ ഐ വിൽ ബിക്കം ദ ഡയറക്ടർ DOP കോംബോ ഇൻ ഫ്യൂച്ചർ. അല്ല, എനിക്ക് തോന്നുന്നുണ്ട് ഫൈസൽ ചെയ്യുന്ന ഷൂട്ടിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു ആഡിൽ ഫൈസലിനെ ഏൽപ്പിക്കും. അവിടെയും ഫൈസൽ ആക്ഷൻ കട്ട് പറയാം, ആ ക്യാമറാമാൻ്റെ കൂടെയുള്ള യാത്രയാണ് ഞാൻ കാണുന്നുള്ളൂ. അവിടെ അല്ല ഇരിക്കുന്നത്. മോണിറ്ററിൻ്റെ ഫ്രണ്ട് ക്യാമറാമാൻ ആരാണ്, അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചേർന്ന് നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ ക്യാമറാമാൻ എന്നുള്ള സ്വപ്നം ഇപ്പോഴും വിട്ടിട്ടില്ല ഒരിക്കലും. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഫ്രം ദ ക്യാമറ ആൻഡ് യു പീപ്പിൾ സപ്പോർട്ടഡ് മീ ഫോർ ദാറ്റ് ഫ്രം ദ ബിഗിനിങ്. എനിക്ക് ഒത്തിരി കഥകളുണ്ട് ലീക്കായിട്ട് തന്നെ പറയാൻ. അതൊക്കെ ഡെഫിനറ്റ്ലി പറയണം. സോ ദാറ്റ് ഈസ് മൈ പ്ലാൻ. ദാറ്റ്സ് ഹൗ ഐ റീച്ച്ഡ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ഫോർ ദിസ് ഇന്റർവ്യൂ. അതെ, എനിക്ക് അതിന് തോന്നുന്നു അതിന് കൊച്ചിയിൽ വന്നതിന് ശേഷം ഒരു ചാനലിൽ ഒരു ആങ്കറായിട്ട് കയറുന്നു അല്ലേ, മഴവിൽ മനോരമയാണോ അല്ലേ? അങ്ങനെ ആങ്കറായിട്ട് പോയപ്പോഴും മനസ്സിലെ ക്യാമറമാൻ. ആക്ച്വലി അന്നത്തെ അവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു മഴവിൽ മനോരമയിൽ. അപ്പോൾ അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആങ്കറിന്റെ ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അപ്പം അവരെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂവിന് പെട്ടെന്ന് ഒരാൾ വന്നില്ല. അപ്പം എൻ്റെ അടുത്ത് സ്റ്റാർട്ട് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ കുറേ ഒരു ഫുഡ് റിലേറ്റഡ് തനിനാടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ആയിരുന്നു. അപ്പം ഞാൻ അതിൽ കുറേ എപ്പിസോഡ്സ് 10-30 എപ്പിസോഡ്സ് ചെയ്തു. പക്ഷെ എപ്പോഴും എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ എനിക്ക് ഭയങ്കര ഗിവിങ് മോർ എനർജി ഓൾവേസ്. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും. സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതില് ഇങ്ങനെ അമ്മമാരുടെ കൂടെ എഴുതാനും നമ്മുടെ സിനിമാ ചർച്ചകളും ഒക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും കയറി നിൽക്കുന്നത്. എനിക്ക് ജോഷി സാറുമായിട്ടും എൻ്റെ ഒരു സുഹൃത്ത് വഴി നല്ലൊരു ബന്ധം ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് പടത്തിൽ ചെയ്തു. അതെ. അപ്പൊ ചെറിയതാണെങ്കിലും എനിക്ക് സർക്കിളിൽ നിൽക്കാൻ പറ്റുന്നതിൽ കയ്യിൽ എത്തുക വലിയൊരു ഭാഗ്യമാണല്ലോ. ഫൈസലിനെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണല്ലോ. പക്ഷെ അപ്പോഴും ഈ ഷോ ഇത്രയും പരസ്യങ്ങൾ ചെയ്തു അല്ലെ, ഫൈസലിന്റെ യാത്ര ഇപ്പോഴും ഒരു ക്യാമറാമാൻ എന്നുള്ള നിലയിലേക്ക് പോകുന്നു. പറഞ്ഞു ഏറ്റവും നല്ല ക്യാമറാമാനെ നമ്മുടെ പരസ്യത്തിന് അതിനുവേണ്ടി ഒരു തുക മാറ്റി വെക്കുകയാണ്. ഇപ്പം ഒരു ക്ലയന്റ് ഒരു 10 കോടിയുടെ പരസ്യം തന്നാലും അതിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന ക്യാമറാമാന് വേണ്ടിയാണ്. അതിൻ്റെ ഒരു കുണ്ടൻസ് എന്താണ്? കാരണം ക്യാമറാമാൻ ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അതോ ഇത്തരം ഒരു ക്യാമറാമാരുമായിട്ട് നമുക്കൊരു ബന്ധങ്ങൾ സ്ഥാപിക്കണം വേണ്ടിയാണോ? അതിനകത്ത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ആക്ച്വലി ഐ വാണ്ട് ടു ഡു ദ ബെസ്റ്റ് തിങ്സ്. അപ്പോൾ എനിക്ക് ബെസ്റ്റ് തിങ്സ് ഉണ്ടാക്കണമെന്നും എൻ്റെ പരസ്യങ്ങളാണെങ്കിൽ ഞാൻ മാക്സിമം എഫേർട്ട് ഇടാറുണ്ട്. ഞാൻ എൻ്റെ ടീം ഷൂട്ടിന് മുന്നേ വരെ ഞാനായിട്ട് എപ്പോഴും ബഹളമായിരിക്കും. എനിക്ക് ആ ബഹളം ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ അവരായിട്ട് എപ്പോഴും തല്ലും ബഹളമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷെ ആ വർക്ക് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണുന്നതുകൊണ്ട് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ അതേ ടീം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ എനിക്കൊരു ബെസ്റ്റ് നമ്മളുടെ മിനിമം ടൈമാണ് ഒരു ആർട്ട് ഫിലിമിന് എപ്പോഴും ഉണ്ടാവുക. ആ മിനിമം ടൈമിൽ നമുക്ക് ബെസ്റ്റ് ടെക്നീഷ്യൻസിന് വെക്കുന്നത് എന്തുകൊണ്ടും ഡെഫിനറ്റ്ലി നല്ലതാണ്. അപ്പോൾ അതും പിന്നെ അവരുടെ ഒരു എക്സ്പീരിയൻസും കൂടെ നമ്മുടെ ഈ ഫിലിമിലേക്ക് വരുമ്പം എൻ്റെ ഒരു വ്യൂസിലും ഉപരി അവരുടെ എക്സ്പീരിയൻസിൻ്റെ വ്യൂസും കൂടി എല്ലാം വരുമ്പോഴത്തേക്കും ദ ഫിലിം വിൽ ബി ദ ബെസ്റ്റ്. അപ്പോൾ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് മിസ്സായി പോയിട്ടുള്ള ക്യാമറാമാൻ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആക്ടേഴ്സിനെ കാണുന്നതിലും ഭയങ്കര ക്രൈസാണ് ഇപ്പോഴും ഒരു DOPനെ കാണുന്നത്. അതങ്ങനെ തന്നെ ഒഴിഞ്ഞു കിടക്കാണല്ലേ ഹൃദയത്തിൽ. അവിടെ നിന്നാണ് ഈ പരസ്യ ചിത്രത്തിലൂടെയാണ് ബിഗ് ബോസിലേക്കുള്ള യാത്ര അല്ലേ? അവിടെയാണ് എനിക്ക് തോന്നുന്നു 2021 സീസണാണെന്ന് തോന്നുന്നു. 2021 മണിക്കുട്ടൻ വിൻ ചെയ്ത സീസൺ. അവിടെയാണ് ഷോ ഡയറക്റ്റായിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡ് ഷോ ഡയറക്റ്റായിട്ട് വരുന്നത്. അതെങ്ങനെയാണ് അതിലേക്കുള്ള ഒരു യാത്ര? എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ വന്നപ്പോൾ ബിഗ് ബോസിന്റെ പരസ്യങ്ങൾ വരുമല്ലോ. ബിഗ് ബോസ് TV വരുന്നതിന് മുന്നേ ബിഗ് ബോസിന്റെ ലാലേട്ടൻ വെച്ചിട്ടുള്ള പരസ്യങ്ങൾ വരും.
അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്ത് ഞാനായിരുന്നു. സിജോ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത ആർട്ട് ഫിലിംസ് ആയിരുന്നു നമ്മൾ TVC ഫാക്ടറി. ഫസ്റ്റ് എപ്പിസോഡ് ഫസ്റ്റ് സീസണിന്റെ ആർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത് ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ബിഗ് 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 ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ലാലേട്ടനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു. അത് പലപ്പോൾ ഒരാളൊരു ദോശ ഉണ്ടാക്കുന്നു, അപ്പം കുറച്ചുകൂടെ ബിഗ് ചേട്ടാ, കുറച്ചുകൂടെ ബിഗ്, കുറച്ചുകൂടെ വലുത്, ബിഗ് ബിഗ്. സോ ദാറ്റ് വാസ് ദ കോൺസെപ്റ്റ്. സോ ദ ബിഗ് തിങ് ഈസ് കമ്മിങ്, ബിഗിനായി ഒരുങ്ങൂ എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ലൈൻ. സോ അന്ന് നമ്മൾ ഇനി ചെറിയ കളികളില്ല, ഇനി ചെറിയ കാര്യങ്ങളില്ല, വലിയ കളികൾ മാത്രം, അങ്ങനെയൊക്കെ ഒരു ലൈൻ. അത് ഭയങ്കര വൈറലായ ഒരു ലൈനൊക്കെ ആയിരുന്നു. സോ ഐ ഡിഡ് ദാറ്റ് കൊമേഴ്ഷ്യൽ. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റും സെക്കൻഡൊക്കെ വേറെ അവർ ഷോയുടെ ബിഗിനിങ് ടൈം ആയത് കാരണം ദേ വർ ഹയറിംഗ് ഡയറക്ടേഴ്സ് എക്സ്റ്റേണലി, പുറത്തുനിന്നുള്ള ഡയറക്ടേഴ്സിനെ ഹയർ ചെയ്യുമായിരുന്നു. സോ വെൻ തേർഡ് സീസൺ വന്നപ്പോഴത്തേക്കും നമ്മളായിട്ടൊരു കോൺടാക്ട് അവർക്ക് ഓൾറെഡി ഉണ്ട്. സോ ദേ ഹയർഡ് മീ ഫോർ ദ തേർഡ് സീസൺ. സോ ഐ ഡയറക്റ്റഡ് ദ ലാലട്ടൻസ് എപ്പിസോഡ്, ദ വീക്കെൻഡ് എപ്പിസോഡ്. ആക്ച്വലി അതാണ് അതിൻ്റെ അകത്തൊരു ഒരു സെലിബ്രേറ്റഡ് ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്, വീക്കെൻഡ് എപ്പിസോഡ്സ്. സോ ബാക്കിയെല്ലാം അതിൻ്റെ ഒരു റിയാലിറ്റി പോർഷനാണ്. അതിൻ്റെ ഒരു ഷോ ഡയറക്ടർ ഉണ്ട്. സോ ഐ ഡയറക്റ്റഡ് ദ ലാലട്ടൻസ് എപ്പിസോഡ് ഫോർ ദ വീക്കെൻഡ് ആൻഡ് വി ഡൂയിങ് ദ എലിമിനേഷൻ പ്രോസസ്, ഓൾ ദീസ് തിങ്സ് വി ഡൺ. എനിക്കൊന്ന് അവിടെ അന്നത്തെ ഒരു ഫോട്ടോ പിന്നീട് വൈറലായി. എനിക്കൊന്ന് ലാലേട്ടൻ വന്ന് കിസ് ചെയ്യുന്ന ഒരു ഫോട്ടോ, അത് ഭയങ്കര ഇതിക്ക് ചർച്ച. അതെന്ന് വെച്ചാൽ മുടി അഴിച്ചു വെച്ച് ബാക്കിൽ നിന്നാണ് ഫൈസലിൻ്റെ ഇത് കാണുന്നത്. പിന്നീട് ആ ഫോട്ടോ ഭയങ്കര ചർച്ച ചെയ്തു. ലാലേട്ടൻ കിസ് ചെയ്യുന്ന ഈ പെൺകുട്ടി ആരാണെന്നാണ് ചോദ്യം. എനിക്കിപ്പോൾ ആ ഫോട്ടോയുടെ ചർച്ച ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. ശരിയാണല്ലോ, അങ്ങനെ ഒരു സീൻ അവിടെ ലാലേട്ടൻ. എനിക്ക് മുടിയുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ വൈഫ് മുടിയൊക്കെ പിന്നി തരും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടിയൊക്കെ പിന്നിട്ടിട്ട് നല്ല സ്റ്റൈലായിട്ടൊക്കെ നടക്കാൻ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്നപ്പോഴത്തേക്കും ലാലേട്ടൻ ഇത് കണ്ടു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ലാലേട്ടനോട് പറഞ്ഞ് എനിക്ക് നിന്നോട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇത് പറയുന്നത് ലാലേട്ടനാണെന്നുള്ള ഒരു ഭയങ്കര ഈ പറയുന്ന പോലെ ബിഗ്നെസ് ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അതെടുത്തു. എന്നിട്ട് അത് പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്യുമല്ലോ. സോ അങ്ങനെ കണ്ടു, ആൾക്കാർ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ ഒരു കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത്. അത് വലിയൊരു കമന്റ് ആണ്, ഭയങ്കരമായിട്ട് വൈറലായ ഒരു ഫോട്ടോ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. കാരണം ലാലേട്ടൻ എൻ്റെ അടുത്ത് ഒരു സ്വകാര്യം പറയുന്ന പോലെ എൻ്റെ ചെവിയിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു, എൻ്റെ മുടി പിന്നെ ഇട്ടതിനെ കണ്ടിട്ട് പ്രൈസ് ചെയ്യുന്നു. അപ്പോ so I am from Pumala and I am from Todura. I got these opportunities and I am very thankful for all these type of things. അത് ഗംഭീരമായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഇനി ബിഗ് ബോസിലേക്ക് തന്നെ വന്നു. ഇപ്പം ബിഗ് ബോസിലൊക്കെ വലിയ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, വലിയ വിഷയങ്ങളാണ്. ബിഗ് ബോസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്ന പെൺകുട്ടികളെ ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുള്ളവർ യൂസ് ചെയ്തു, അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കപ്പെടുന്ന അഖിൽമാരാർന്ന് പറഞ്ഞൊരു വ്യക്തി വിന്നർ വന്ന് പറയുകയൊക്കെ ചെയ്തു. അതൊക്കെ വേറൊരു ചർച്ചയാണ്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ആ ചർച്ചയൊക്കെ കേട്ടപ്പോൾ എന്താണ് തോന്നി? അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എന്താണ് ഒരു ഷോ ഡയറക്ടർ എന്ന നിലയിൽ തോന്നിയത്? ഇത് ആക്ച്വലി ഇതൊരു 3 മന്തിലേക്കുള്ള ഒരു വലിയൊരു ഷോ ആണ്. ഇത് ഇന്ത്യയിലായിട്ട് മാത്രമുള്ളൊരു ഷോ പോലുമല്ല. ഒരു എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി, ഒരു നെതർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി, അവർ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു ഷോ ഓൾറെഡി ലോകത്തെമ്പാടും നടക്കുന്ന ഷോ ആണ്. അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് നമ്മൾ ബിഗ് ബോസ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഷോ ഹിറ്റാക്കാനായിട്ടുള്ള പല കളികളും ബിഗ് ബോസ് കളിക്കും. അതിനെ ശരിക്കും അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ അത് പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് എനിക്ക് അതിനൊരു കൃത്യമായ ഉത്തരങ്ങളില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇതൊക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നമുക്ക് ഹിറ്റാക്കിയേ പറ്റുള്ളൂ. ഈ ബിഗ് ബോസിൽ നിന്ന് തന്നെ പോകുന്നവർ ബിഗ് ബോസിനെ കുറിച്ച് കുറ്റം പറയുന്നത് എത്രത്തോളം ജനകീയമാണെന്ന് പോലും തോന്നിയിട്ടില്ല. കാരണം ഒരിക്കലും അതൊരു ജനകീയ കാര്യമല്ല, ഒരു മനുഷ്യത്വപരമായ കാര്യം പോലുമല്ല. നമ്മൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നു ഒരു സ്ഥലത്തേക്ക്, എന്തിനങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയില്ല. അവർക്ക് ഇതുവരെയും ഷോയെ മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരാളെ ഇപ്പം ഫൈസലിനെതിരെ ഞാൻ ആരോപിച്ചുള്ള ആരോപണത്തിന് തെളിവ് തരണം, അല്ലേ? അതാണല്ലോ, തെളിവ് തരുമ്പോഴാണല്ലോ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പം കാടടച്ച് വെടിവെക്കുന്ന പോലെ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് ഇപ്പം ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ സീസൺ കഴിയുമ്പോഴും പുതിയൊരു സീസൺ വരും. തൊട്ട് മുന്നിലുള്ള സീസണിലെ ആളുകൾക്ക് അവരുടെ ഒരു സർവൈവൽ ഇഷ്യൂ ആയിരിക്കാം അത്. അപ്പോൾ ഇത് ബിഗ് ബോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് മീഡിയ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, നമ്മൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സർവൈവലിന് ഇഷ്യൂ വരുമ്പോൾ ആളുകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുമായിരിക്കാം, അങ്ങനെ വല്ലതും ആയിരിക്കാം. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ വളരെ കൃത്യമായിട്ട് ഇരുന്നിട്ട് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടൊരു ധാരണയിൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഇത്രയും മോണിറ്റർഡ് ആയിട്ടുള്ള ഒരു ലോകത്തിലെ നമ്പർ 1 ഷോ എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ഇത്രയും മോണിറ്റർഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. അതിനൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മളുടെ കോമൺ സെൻസ് അല്ല ഏറ്റവും വലുത്. ഓരോരുത്തരും നമ്മളെന്താ മലയാളികൾ എന്താ സുമ്മാവ എന്ന് ചോദിക്കുന്ന പോലെ നമ്മളെന്താ സുമ്മാവ, കേൾക്കുന്നവർക്കൊരു
ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ. അല്ല, എത്രയോ പേരുകൾ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നു, സ്ത്രീകൾ ഉൾപ്പെടെ അല്ലേ? ഡെഫിനറ്റ്ലി. കാരണം ഒരു ബിഗ് ബോസ് ഷോയിൽ അറൌണ്ട് 360 അറൌണ്ട് ബിലോ 400 പീപ്പിൾ അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യുന്ന ഒരു ഷോ ആണ്. അതായത് ഡയറക്ട്ലി, ഇൻഡയറക്ട്ലി ഇഷ്ടം പോലെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഡയറക്ട്ലി സാലറി കൊടുക്കുന്ന പോലത്തെ ആൾക്കാരെന്ന് പറയുന്നത് അറൌണ്ട് 400 പീപ്പിൾ ഉണ്ട്. ഇത്ര ഒരു കണ്ടസ്റ്റന്റിന് ഒരു ക്യാമറാമാൻ ഓൾവേസ് മോണിറ്ററിങ് വിത്ത് ക്യാമറ. അതേപോലെ അതിനെ ആ കണ്ടസ്റ്റന്റിനെ വാച്ച് ചെയ്യാനുള്ള എല്ലാ ആളുകളും, അതേപോലെ ഒരാൾ ഷോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഹോട്ടലിൽ താമസിപ്പിക്കുന്ന പോലെ എല്ലാത്തിലും മോണിറ്റർഡ് ആണ് ഈ ഷോ. അങ്ങനെ ഒരു ഷോയിൽ ഈ പറയുന്നവരൊക്കെ ഇത് കഴിഞ്ഞിട്ട് വന്നവരാണ്. പിന്നെ കിട്ടാതിരിക്കുന്നവർ എന്തെങ്കിലും പറയുന്നതിനകത്ത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലേ? ഇപ്പം പൊതുവെ പറയുന്നത് ലാലേട്ടൻ വന്നിട്ട് ആണ് ആ എപ്പിസോഡ് സംസാരിക്കുന്നത് അല്ലേ? അപ്പം നിങ്ങളൊരു കൂടിയാലോചന, ഇപ്പം ഡയറക്ടർ എന്നതിൽ താങ്കളുണ്ടാവും, പിന്നെ മറ്റ് ADCമാരുണ്ടാവും, അത് സ്ക്രിപ്റ്റ് ഈ ലാലേട്ടൻ പറയേണ്ട സ്ക്രിപ്റ്റ് എഴുതാം, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ. ഇത് ശനിയും ഞായറുമാണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ ഈ എപ്പിസോഡുകളൊക്കെ കാണാനുള്ള സമയമുണ്ടോ എന്ന് നമുക്കൊക്കെ പൊതുവെ ഒരു സംശയമുണ്ട് കേട്ടോ. ലാലേട്ടൻ ഇത്ര എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ അന്ന് പറയാൻ, അന്ന് വന്ന് ഒരേ കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ ലാലേട്ടൻ്റെ കുറച്ച് നിയന്ത്രണങ്ങൾ വെക്കാറുണ്ടോ? ലാലേട്ടൻ ഇങ്ങോട്ട് കാര്യങ്ങൾ പറയാറുണ്ടോ? ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണാറുണ്ടോ? നിയന്ത്രണങ്ങൾ വെക്കാറുണ്ടോ ഇല്ല എന്നുള്ളതിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ എപ്പിസോഡ് കാണാറുണ്ടോ എന്നുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ഹീസ് 100% ഡെഡിക്കേറ്റഡ് ഫോർ എവറിഥിങ്. നമ്മളൊരു കാണാത്ത വിഷയങ്ങൾ പോലും ലാൽ സാറ് ശ്രദ്ധിച്ചിട്ടാണ് വരുന്നത്. ഷോ അത്രയും കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ കാറിലിരിക്കുമ്പോൾ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഹോട്ടലിലിരിക്കുമ്പോൾ കാണും. ഒരു ദിവസം 1 മണിക്കൂർ ഷോ കാണുക എന്നുള്ളൊരു കാര്യം ലാൽ സാർ അത് ഡെഫിനറ്റ്ലി ചെയ്തിട്ട് തന്നെയാണ് ഷോയ്ക്ക് വരുന്നത്. ആൾക്കറിയാം. പിന്നെ ഞാൻ ഇതല്ലാതെ ഈ ബിഗ് ബോസ് അല്ലാതെ ഞാൻ ഒരുപാട് പരസ്യങ്ങൾ ആളുടെ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഒരു കാര്യം ഏൽപ്പിച്ചാൽ എത്ര വൃത്തിയോടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാണാതെ വന്നിട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരാളല്ല ലാലേട്ടൻ, ഒരിക്കലും അല്ല. ഡെഫിനറ്റ്ലി അല്ല. ഇങ്ങനെ ചർച്ച നടക്കുന്നു, ലാലേട്ടൻ ഷോ ഒന്നും കാണുന്നില്ല, കാണാതെയാണ് നിങ്ങൾ എഴുതി കൊടുക്കുന്നത്, അത് പറയാമെന്ന് പറയണു. അത് ലാലേട്ടനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. പക്ഷെ ലാലേട്ടൻ അതിൻ്റെ സമയമെടുത്ത് കാണുന്നുണ്ട്, ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. ചർച്ചകൾ പലതും നടക്കുമല്ലോ. ഇപ്പം ഞാൻ ചെയ്ത സീസണിൻ്റെ ടാഗ്ലൈൻ തന്നെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നായിരുന്നു. ഡെഫിനറ്റ്ലി ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ചർച്ചകൾ നടക്കും. അതാണ് എനിക്ക് ലാലേട്ടൻ്റെ ആ ഒരു കാര്യത്തിൽ. അപ്പോൾ ലാലേട്ടൻ കാണുന്നുണ്ട്, തീർച്ചയാണ്. ലാലേട്ടൻ ഈ പറഞ്ഞ ഫ്ലൈറ്റിലിരുന്നാണെങ്കിലും ഒരു ദിവസം 1 മണിക്കൂർ, നമ്മൾ ഫുള്ള് 24 മണിക്കൂറും കാണണ്ട. ആ എപ്പിസോഡാണ് ആളുകൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള കാര്യങ്ങളാണെന്ന് ലാലേട്ടൻ ചർച്ചയ്ക്ക് എടുക്കുന്നതും. ഇപ്പം ഇന്നാൾ ചെയ്തത് അല്ലേ, നിങ്ങൾ കാണാത്തൊരു കാര്യം കൂടെ ചിലപ്പോൾ ലാലേട്ടൻ അവിടെ ചോദിക്കുന്നത് നമ്മളായിരിക്കും. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല, ലാലേട്ടൻ പറഞ്ഞു. പിന്നെ കാണുമ്പോഴാണ്, അതുവരെ ലാലേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുമായിട്ട് കൂടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച എത്തുമ്പോൾ നിങ്ങളുമായിട്ട് ലാലേട്ടൻ ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട്. അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച എങ്ങനെയാണ് ഉരുത്തിരിയുന്നത്? അതാ ഒരാഴ്ച നടന്ന ഷോയിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് വന്നിട്ടുള്ളതെന്ന് നമ്മുടെ സ്റ്റോറി റൈറ്റേഴ്സ് ഓൾറെഡി നമ്മളും കണ്ടിട്ടുണ്ടാവും. സ്റ്റോറി റൈറ്റേഴ്സ് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മുടെ അടുത്തൊരു റൈറ്റിംഗ് തന്നിട്ടുണ്ടാവും. അപ്പം ആ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. സോ ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ടൊരു ഈ ആഴ്ച ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഷോ പ്ലാൻ ചെയ്യുന്നത്. ലാലേട്ടൻ എങ്ങനെ ആളുകളോട് പറയണം. കാരണം ബിക്കോസ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതല്ല, ബിക്കോസ് ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഷോ. അപ്പോൾ ആ 1 വീക്കിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സമ്മറൈസ് ചെയ്ത്, ആക്ച്വലി ദ വേർഡ് സമ്മറൈസ്, വി ആർ സമ്മറൈസിങ് ദ ഷോ ഇൻ എവറി വീക്ക്. അതിനെ സമ്മറൈസ് ചെയ്ത് ലാലേട്ടനെ കൊണ്ട് അത് പ്രസന്റ് ചെയ്യിപ്പിക്കുകയാണ്. സോ ആക്ച്വലി ബിഗ് ബോസ് ഡു ഓൾ ദീസ് തിങ്സ്. ബിഗ് ബോസ് ഈസ് ഓൾ ദീസ് 400 പീപ്പിൾ. അതുകൂടാതെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും, അതിനകത്ത് ഏഷ്യാനെറ്റ് വരും, എൻ്റെ മോൾ വരും, അതിൻ്റെ എല്ലാം സ്റ്റാഫായിട്ടുള്ള ഞങ്ങളെല്ലാം ക്രൂവും അതിനകത്ത് പാർട്ടാണ്. അപ്പം ലാലേട്ടൻ അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് ദ ബെസ്റ്റ് പേഴ്സണെ വി ആർ യൂസിങ് ഇൻ കേരള. ഓരോ സ്റ്റേറ്റിലും ഓരോ ആളുകളാണ് അത് ചെയ്യുന്നത്. ഇപ്പം കമൽ സാറാണ് തമിഴിൽ ചെയ്യുന്നത്, സൽമാൻ ഖാൻ അവിടെ ഹിന്ദിയിൽ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ. സോ ഹീ ഈസ് പ്രസന്റിങ് ദിസ്. അപ്പോൾ ഈ ലാലേട്ടൻ്റെ നിങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ. അത് ഓർമ്മയിൽ ഇരുന്ന് ലാലേട്ടൻ പറയാൻ ഇപ്പം അപ്പോൾ ലാലേട്ടൻ കണ്ടിട്ടാണ് വേണമെങ്കിലും. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഹൈദറിൽ ഇതാണ് ചെയ്തത്, നിങ്ങളുടെ ADCമാർ എഴുതുന്നു സ്ക്രിപ്റ്റ്. അപ്പോൾ ലാലേട്ടൻ കണ്ട അല്ല ഹൈദറിൽ അത് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇതും ചെയ്തിട്ടുണ്ടല്ലോ, ഇതും പറയണ്ടേ ഞാൻ എന്നൊരു ഡിസ്കഷൻ ഉണ്ടാകാറുണ്ട് നിങ്ങൾ തമ്മിൽ. അത് ലാലേട്ടൻ മാത്രമല്ല, ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവരും ആ ചർച്ച ഉണ്ടാവും. കാരണം ഒരു റൈറ്റർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റർ പറഞ്ഞ കാര്യം അത് ഓക്കെ ആണോ, അതോ അഡീഷൻ ഉണ്ടോ, അതിൻ്റെ അകത്ത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ടാണ് തീരുമാനിക്കുന്നത്. ആ മീറ്റിംഗിലെ ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് അതിൻ്റെ ഒരു ഫൈനൽ സ്ക്രിപ്റ്റ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ എഴുതിക്കൊണ്ട് വരുന്ന സാധനം അതേപടി ലാലേട്ടൻ ഈ വൈ വി ആർ റൈറ്റിംഗ്
ഫോർ എ ഡിസ്കഷൻ. ആഫ്റ്റർ ദ ഡിസ്കഷൻ വി ഡിറൈവ് ടു എ ഫൈനൽ കൺക്ലൂഷൻ. എല്ലാവരും ഒരുമിച്ചിരുന്ന് അതിൽ നിന്ന് ഫൈനൽ ഉണ്ടാവുള്ളൂ. എൻ്റെ HODs ആണ്, എൻ്റെ HODs ഇരുന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് ഇത് ഫൈനൽ ചെയ്ത് ലാലേട്ടനിലേക്ക് എത്തുന്നുള്ളൂ. ഡെഫിനറ്റ്ലി അത് ലാലേട്ടനും കൂടി ഇരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അപ്പൊ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ അയാളെ ഇങ്ങനെ ഉപദ്രവിക്കാം, ഇയാളെ എങ്ങനെ ഉപദ്രവിക്കാം. ആക്ച്വലി ദിസ് ഈസ് നോട്ട് ആൻ ഉപദ്രവം, ദിസ് ഇസ് ഗെയിം, ഫുള്ളി ഗെയിം. ഒളിമ്പിക്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഓൺലി ഫിസിക്കൽ ആക്ടിവിറ്റി മതി. ഇത് മെന്റലി കളിക്കണം, ഫിസിക്കലി കളിക്കണം, എല്ലാ രീതിയിലും കളിക്കണം. ദിസ് ഇസ് ദ ബെസ്റ്റ് ഷോ, ദിസ് ഇസ് ദ ബെസ്റ്റ് തിങ്. ഈ ശനിയും ഞായറുമാണല്ലോ ലാലേട്ടൻ വരുന്ന ഷൂട്ട്. വെള്ളിയാഴ്ച ലാലേട്ടൻ എത്തുന്നു. അപ്പോൾ വെള്ളിയാഴ്ചയാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് അല്ലേ? വെള്ളിയാഴ്ച എത്ര മണിക്കൂറോളം നിങ്ങളൊരു ചർച്ചയിലേക്ക് പോകാം? ശരിക്കും ലാലേട്ടൻ വരുന്നത് തന്നെ മോർണിംഗിൽ തന്നെ ലാലേട്ടൻ എത്തും. അപ്പം മോർണിംഗിൽ തന്നെ ലാലേട്ടൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയാലും എനിക്ക് തോന്നുന്നത് തീരുന്നവരെ ഇരിക്കും. അത് നന്നായിട്ട് തീർത്തിട്ട് ആ ദിവസം ആൾ മാറ്റി വെച്ചേക്ക് തന്നെയാണ്. എന്തെങ്കിലും ഒരു അർജൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ലേറ്റ് ആവാറുള്ളൂ. പക്ഷേ ലേറ്റ് ആയാൽ തന്നെയും അത് ഫോണിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും വീഡിയോ കോളിലും ഒക്കെ അത് പ്രോപ്പർ കോർഡിനേറ്റഡ് ആണ്. അതിപ്പം അത്രയും പ്ലാൻഡ് ആണ് ഈ ഷോ. ഇത് ഓൾറെഡി ഒരു ഡിസൈൻഡ് ഷോ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് മാനിപ്പുലേഷൻ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അപ്പം വെള്ളിയാഴ്ച നമ്മൾ ശനിയാഴ്ചത്തെ എപ്പിസോഡും ഞായറാഴ്ചത്തെ എപ്പിസോഡും ചർച്ച ഉണ്ടാകുമോ? ശനിയാഴ്ചത്തെ മാത്രം ചർച്ച, ശനിയാഴ്ച ഇരുന്ന് ചർച്ച, അങ്ങനെയാണോ? നമ്മൾ വെള്ളിയാഴ്ച സാറ്റർഡേ സൺഡേ ഷോ പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സാറ്റർഡേയിലെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സൺഡേയിലേക്കുള്ള ഒന്നും കൂടി ഒരു റിവിഷൻ ഉണ്ടാവും. കാരണം സൺഡേ ഈ സാറ്റർഡേയിൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഗൈൻ വി നീഡ് ടു ആഡ് ടു ദ സൺഡേ എപ്പിസോഡ്സ് അല്ലേ. അപ്പോൾ സോ വി നീഡ് ടു അഗൈൻ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തും. ഫൈനലി ആണ് ആ ഷോ ആയിട്ട് നമ്മൾ ജനങ്ങളിലേക്ക്. ഇത് പറയുന്നത് ഇത്രയും പേര് കൂടിയിരുന്ന് ആലോചിക്കുന്ന ഫൈനൽ എടുക്കുന്നതിൽ ഇപ്പോൾ ആ എപ്പിസോഡിൽ ഫൈസൽ ഉണ്ടാവും, ലാലേട്ടൻ ഉണ്ടാവും, ഒരു എൻ്റെ പൊൻ ഷൈൻ്റെ ഒരാളുണ്ടാവും, ഏഷ്യാനെറ്റിൻ്റെ ആളുണ്ടാവും. അങ്ങനെ ആയിരിക്കില്ല ഫൈനൽ ചെയ്യുന്നത്. ആക്ച്വലി ഇത് സിനിമ പോലെ തന്നെയാണ്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത സ്ക്രിപ്റ്റിന്റെ അകത്ത് ഒരു എഡിറ്റ് ലിസ്റ്റ് ഉണ്ടാവും. ഈ എഡിറ്റ് ലിസ്റ്റ് എഡിറ്റേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഫൈനൽ ഔട്ട് എടുക്കുന്നത്. സോ ഇപ്പോൾ ഓരോ ആൾക്കാരും ഭയങ്കരമായിട്ട് ഓരോ സ്റ്റേജിലും പോയി എല്ലാ ദിവസവും മോണിറ്റർ ചെയ്ത് ഇരിക്കുന്നതിനോടൊപ്പം ഇതിനൊരു സിസ്റ്റവും കൂടെ ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ നടക്കുന്ന ഇൻസിഡന്റ് നാളെ വൈകുന്നേരം നമ്മൾ കാണണമെങ്കിൽ അത്രയും പ്ലാൻഡ് ആയിട്ട് ഇത്രയും ക്യാമറകളിൽ നിന്നുള്ള ഔട്ട്പുട്ട്, അത് മൾട്ടിപ്പിൾ ക്യാമറകളിൽ നിന്നുള്ള ഔട്ട്പുട്ടുകൾ ഒരു സിംഗിൾ ഔട്ട്പുട്ടിലേക്ക് വരണമെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 70 ക്യാമറയിൽ നിന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിൽ കൂടി തോന്നുന്നു 70 അത്രയും ക്യാമറകളിൽ നിന്നുള്ള ഔട്ട്പുട്ട് സോർട്ട് ചെയ്ത് ഈ ഒരു ദിവസം ആകുന്നതിന് മുന്നേ ഇത് എഡിറ്റ് ചെയ്ത് വരണമെങ്കിൽ ഇതിനൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് നടക്കുന്നത്. ഫാക്ടറികളിൽ എങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് വരുന്നു എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും ഓണർ ചെയ്യുന്ന നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെ സിസ്റ്റം ഡ്രിവൺ അല്ലേ. ദിസ് ഇസ് എ സിസ്റ്റം ഡ്രിവൺ ഷോ ബിഗ് ബോസ്. അതിൻ്റെ അകത്ത് ഒരു മാനിപ്പുലേഷനും ആർക്കും നടത്താൻ പറ്റില്ല. ഒരു മത്സരാർത്ഥിക്ക് എത്ര പേരായിരിക്കും വ്യൂ ചെയ്യുന്നത്? ഇപ്പം ഞാനൊരു മത്സരിക്കുകയാണെങ്കിൽ എന്നിലേക്ക് ആളുകളെ നിയോഗിച്ചിട്ടുണ്ടാവും എൻ്റെ മൂവ്മെൻറ്റ് നോക്കാൻ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ക്യാമറ ഉണ്ട്, അതോടൊപ്പം തന്നെ എന്നെ നോക്കുന്ന വേറെ ആൾ, അങ്ങനെ ഓരോരുത്തർക്കും ആളുകളുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മളൊരു ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ തന്നെ ഒരു ക്യാമറാമാൻ ഈസ് ഓൾവേസ് ദെയർ ഫോർ 24 hours ഫോർ വൺ കണ്ടസ്റ്റന്റ്. അപ്പോൾ അതിന് ആ ക്യാമറയിൽ അത് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ക്യാമറ ഈസ് ഫോളോയിങ് ഓൾവേസ്. അതേപോലെ അയാളെ നോക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. ആ ക്യാമറയുടെ ഔട്ട് നോക്കി എഡിറ്റർമാരിയ്ക്കുന്നു. ആ എഡിറ്റ് ഷൂട്ടിൽ അതിന്റെ എഡിറ്ററിന്റെ അപ്പുറത്തേക്ക് മുകളിൽ ഒരു ADC ഇരിക്കുന്നു. അങ്ങനെ ആയിരിക്കുമല്ലോ ഇരിക്കുക അല്ലേ? അപ്പൊ അവർ 24 hours ഇരിക്കുമല്ലേ? 24 hours ഇരിക്കുക. ഈ കണ്ടസ്റ്റന്റ് ഉറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഉറങ്ങില്ല. ഇനി കണ്ടസ്റ്റന്റ് ഉറങ്ങിയാലും നമ്മൾ ഉറങ്ങില്ല. കാരണം ഓരോ 8 മണിക്കൂർ ആയിട്ട് സ്റ്റാഫിനെ ഷിഫ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട്. ഇപ്പം ഒരാൾ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ഉറങ്ങിപ്പോയാലും അവിടെ പണി നടക്കാതെ വരും. സോ ഇറ്റ്സ് വെൽ മോണിറ്റേഡ് 24 hours ഇങ്ങനെ ഇത്രയും നോക്കിയിരിക്കുന്നു, ഇത്ര ആളുകൾ നോക്കിയിരിക്കുന്നു, ഇത്രയും ക്യാമറകൾ നോക്കിയിരിക്കുന്നു, ഇത്രയും ജനങ്ങൾ നോക്കിയിരിക്കുന്നു. ഒരു ഡിസിഷൻ എടുക്കാൻ പോലും നമ്പർ ഓഫ് പേഴ്സൺസ് ഒരുമിച്ചിരിക്കുന്നിടത്ത് എങ്ങനെയാണ് ഒരാളുടെ സിംഗിൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഇത്രയും പേരുടെ ഇടയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യണം എന്നാണ് തീരുമാനമെങ്കിൽ ചർച്ചയുടെ ഔട്ട്പുട്ടേ വരുള്ളൂ, അത് എത്രയൊക്കെ പറഞ്ഞാലും. അല്ലെങ്കിൽ ഒരാൾ ഇതിൻ്റെ അകത്ത് എതിർത്താൽ പോലും അയാൾക്കത് പുറത്തേന്ന് പറയാം. ആ പുറത്തേന്ന് പറയൽ പോലും അവിടെ ഉണ്ടാവാതിരിക്കാനാണല്ലോ ഇത്രയും വലിയൊരു ഷോ ആയത് മാറിയത്. അങ്ങനെ മാനിപ്പുലേഷൻ നടക്കുന്ന ഷോ ആയിരുന്നെങ്കിൽ ഇതെങ്ങനെ വേൾഡിലെ നമ്പർ 1 ഷോ ആയി മാറും? സോ ആക്ച്വലി എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനി പ്രൊഡ്യൂസഡ് ദ ഫിയർ ഫാക്ടർ ഷോ, ദ ബിഗർ ഷോ, ദ ലവ് ഇൻ ദ വൈൽഡ്. വലിയ ഷോസാണ് ചെയ്യുന്ന കമ്പനിയാണിത്. അപ്പം ഇവർക്ക് ഈ പണി അറിയാവുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു രീതിക്കും നടക്കില്ല. ബിക്കോസ് ഇനി അതങ്ങനെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും
ദാറ്റ് ഈസ് അഗെയിൻ ദ ബ്രില്യൻസ് ഓഫ് ദ ബിഗ് ബോസ്. ബിക്കോസ് അത് പറയിപ്പിക്കുകയാണ്. ബിക്കോസ് വി നീഡ് ടു മാർക്കറ്റ് ദിസ് ബിഗ് ബോസ് ഷോ ഇൻ ദിസ് 3 months, റൈറ്റ്? ഈ 3 മാസം ഇതിനെ ഹിറ്റ് ആക്കിയേ പറ്റുള്ളൂ. അത് ആളുകൾ നന്നായിട്ട് സംസാരിക്കാം, ചീത്തയായിട്ട് സംസാരിക്കാം, എന്ത് സംസാരിക്കാം. പക്ഷെ ഒരു കണ്ടസ്റ്റന്റ് പോലും ഒരു മൾട്ടിപ്പിൾ ടൈംസ് ശ്രമിക്കാതെ ബിഗ് ബോസിന്റെ ഉള്ളിൽ എത്തിയിട്ടില്ല ഇതുവരെ. ഈസി ആയിട്ട് കയറാമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല, ആരെയും വിളിച്ച് കയറ്റിയിട്ടുണ്ടാവില്ല. ചുമ്മാ ഉദാഹരണം പറഞ്ഞാൽ ബിഗ് ബോസിനെ എതിർത്ത് സംസാരിച്ച ആളുകളെ പോലും ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറ്റി ബിഗ് ബോസ് ജയിപ്പിക്കുകയും അതുപോലുള്ള പല കളികളും കളിക്കാവുന്ന ബുദ്ധിയുള്ള ബ്രില്യൻസ് ഉള്ള ആളാണ് ബിഗ് ബോസ്. സോ ദാറ്റ് ഈസ് ദ ഷോ. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടുണ്ടാവില്ലായിരിക്കും. ഇപ്പോഴും അവർ ആ ബിഗ് ബോസിന്റെ കൺട്രോളിലായിരിക്കാം. അതുകൊണ്ടാണ് ബിഗ് ബോസിന്റെ പുതിയ വാർത്തകളിലും അവർ വീണു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, ഈ പറഞ്ഞതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗെയിമറെ മാത്രം ക്യാമറ ഫോക്കസ് ചെയ്യുന്നു അല്ലേ. ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയവർ പറഞ്ഞാൽ ഞാൻ അവിടെ പലതും ചെയ്തതും പുറത്ത് കാണിക്കുന്നില്ല, അതെന്തുകൊണ്ട് കാണിക്കുക? അപ്പം അവർക്ക് മത്സരാർത്ഥി ഒന്നില്ല, ഞാൻ എന്നെ ഹൈദരലി എന്ന മത്സരാർത്ഥി, ഫൈസൽ എന്ന മത്സരാർത്ഥി, ഹൈദരലിനെ മാത്രം ഒരു ഫോക്കസ്. ഞാൻ ഹൈദറിനെ എതിർത്തത് പലതും ചെയ്തു, പക്ഷെ അത് കാണിക്കുന്നില്ല. എന്തുകൊണ്ട് കാണിക്കുന്നില്ല ചോദ്യം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഈ സീസണിൽ ഇറങ്ങി വന്നവർ ചോദിക്കുന്നു. അതിലെന്താണ് അർത്ഥമുള്ളത്? അതായത് ഈ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കാണിച്ചത് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിലും നല്ല കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലേ കാണിക്കുള്ളൂ. നമ്മളെപ്പോഴും ഓൾവേസ് ചൂസ് ദ ബെസ്റ്റ് അല്ലേ. ദിസ് ഇസ് എ ഷോ, വി നീഡ് ടു. അതാണ് ആളുകൾക്ക് കാണാൻ ഇഷ്ടമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കാരണം ഈ ഷോയിൽ വന്ന് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് പറയുകയാണ് ഇതായിരുന്നു അതിൽ നല്ലതെന്ന് പറയുമ്പോൾ അയാൾക്ക് ഈ ബിഗ് ബോസിന്റെ ട്രെയിനിങ് ഒന്നും കിട്ടാത്ത ആളാണ്. അയാളത് കളിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതിൽ നിന്ന് എന്തെടുക്കണോ എന്ന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള പ്രോപ്പർ ക്രൂ ആണ് ബിഗ് ബോസിന്റെ ക്രൂ എന്ന് പറയുന്നത്. അവർക്കറിയാം എന്തെടുക്കണം എന്തെടുക്കണ്ട. ഓരോ വീട്ടിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ഒരു ഡിസിഷൻ മേക്കർ ഉള്ളതുപോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കും ഓരോ ഡിവിഷനും ഓരോ ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ട്. അവരാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ കളിച്ചവർ വന്നിട്ട് ഞാൻ ചെയ്ത് നന്നായിരുന്നു അതെടുത്തില്ല, ഇവൻ ചെയ്ത് നന്നായിരുന്നു അതെടുത്തില്ല. ദിസ് ഈസ് അഗൈൻ ഷോ, ദിസ് ഈസ് അഗൈൻ ദേ ആർ സ്പ്രെഡിങ് ദ ഷോ. അല്ല, അപ്പോൾ പൊതുവെ പറയുന്നത് അയാൾക്ക് മാർക്കറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ മനുഷ്യൻ എൻ്റെ അടുത്ത് ഏഷ്യാനെറ്റ് കളിക്കുന്നു എന്ന് പറയുന്നു. അതാണ് പരാതികൾ വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവർക്ക് തോന്നുന്നല്ലേ. ഇവരുടെ കളി അതിലും നല്ലതായിരുന്നെങ്കിൽ അത് ഡെഫിനറ്റ്ലി കാണിക്കും. ഇവരുടെ കളി അതിലും നല്ലതല്ല, ഡെഫിനറ്റ്ലി അല്ല. ആണെങ്കിൽ ആസ് എ ബിഗ് ബോസ് ടീം നമ്മളതല്ലേ ചൂസ് ചെയ്യുള്ളൂ. ഇത് നമ്മൾ ഇതിനു മുന്നേ ഇത്ര ആൾക്കാരെ ഇപ്പം എന്താ അടുത്ത ഷോയ്ക്ക് നമ്മൾ അയാളെ കൊണ്ടുവന്ന് ജയിപ്പിക്കാം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ലോ എല്ലാവരും വൈകുന്നേരം ഞങ്ങൾ ക്രൂ വീട്ടിൽ പോകുന്നത്. ഞങ്ങൾ വരുന്ന ആൾക്കാരെ ഞങ്ങൾ ഇപ്പോൾ ഷോയില് എൻ്റെ മോൾ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് എല്ലാം കൂടെ ചൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ബെസ്റ്റ് ഒരാളെ തിരഞ്ഞെടുക്കുക. ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളെ ജനങ്ങൾ കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു ഷോ ആണിത്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കും. അല്ലാതെ കണ്ടസ്റ്റന്റ് പറയാണ് അതായിരുന്നു നല്ലത് ഇതായിരുന്നു നല്ലത് എന്ന് പറയാൻ അവർക്ക്. നമുക്ക് റേറ്റിംഗും കിട്ടണം, നമ്മൾ പ്രേക്ഷകർ ഇതാ കാണാൻ ഇഷ്ടപ്പെടുന്നത് നമുക്കറിയാം, ഇത് ഷോ ചെയ്യുന്ന ഡയറക്ടർമാർക്കറിയാം. അതാണല്ലോ സത്യം. കാരണം ഇപ്പോൾ ഓരോ മീഡിയയിലായിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ ഒരു ബിസിനസ്സിലാണെങ്കിലും മാർക്കറ്റിന് എന്താണ് ആവശ്യം അത് സെല് ചെയ്യുമ്പോഴാണ് ബിസിനസ് ആവുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന തലക്കെട്ടിലെ ഏറ്റവും മാർക്കറ്റ് ഉദാഹരണമാണ്. ചിലപ്പോൾ അതിലുള്ളത് ഒരു വരി എടുത്തിട്ട് അടുത്തെടുത്ത് പല തലക്കെട്ടും കൊടുക്കും. അതാണ് ആളുകൾ കാണാൻ. കറക്റ്റാണ് പറയുന്നത്. അതിന്റെ മറുപടി അത് തന്നെയാണ്. എനിക്കും എൻ്റെ ഉദാഹരണം തരാൻ അത് മാത്രമേ ഉള്ളൂ. ആ പറയുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യം തന്നെയാണ് ഇറങ്ങി വരുന്നവർ. അവർക്ക് മത്സരിക്കാൻ കിട്ടിയ അവസരത്തെ അവർ ബ്രില്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർ ഔട്ടാവത്തില്ലായിരുന്നു. ഔട്ടായതിനു ശേഷം ഞാൻ ചെയ്തത് നല്ലതായിരുന്നു, ഇതിലും നല്ലത് അതായിരുന്നു ഇതായിരുന്നു എന്ന് പറയാൻ അവരെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അത് ഏൽപ്പിച്ചിരിക്കുന്ന ക്രൂ അവിടെ ഉണ്ട്. ദേ വിൽ ഡിസൈഡ്. ബിക്കോസ് ആ ക്രൂവിനെ നിയമിച്ചിരിക്കുന്നത് ബിഗ് ബ്രദർ, ബിഗ് ബോസ്, ദ ബിഗ് ഷോ. സോ അത് തീരുമാനിക്കും. അതല്ലേ ഈ ഷോ, അതല്ലേ ഇതിന്റെ. ഇന്നും അറിയത്തില്ലല്ലോ ആളുകൾക്ക് എങ്ങനെയാണ് ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടുന്നതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. ദാറ്റ് ഈസ് ഓൾസോ എ ബിഗ് തിങ് അല്ലേ. ഒരാള് ബിഗ് ബോസുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഒക്കെ നമ്മളൊക്കെ ആണെങ്കിലും പേഴ്സണലി എങ്ങനെയെങ്കിലും അതിൽ കയറാൻ അതിന്റെ വഴി എങ്ങനെയാണെന്നാ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ആർക്കും അറിയത്തില്ലല്ലോ ബിഗ് ബോസിൽ എങ്ങനെ കയറുന്നതെന്ന്. വെറുതെ കയറാനും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ഷോ. മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സെലക്ട് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗമായതാണ്, എനിക്കറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ സൂം മീറ്റിംഗ് പങ്കെടുത്ത ഒരാളെന്നത് എനിക്കറിയാം. അത് അവർ പിന്നീടാണ് അവർ ഫൈനൽ ചെയ്യുള്ളൂ. അതുകൊണ്ടൊന്നും കയറാൻ പറ്റണമെന്നില്ല. റെക്കമെൻഡേഷനൊന്നും അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. റെക്കമെൻഡ് ചെയ്ത് കയറാമായിരിക്കാം, എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും റെക്കമെൻഡ് ചെയ്താലും അവരുമായിട്ട് മീറ്റിംഗ് കൂടാതെ നടക്കില്ല. എനിക്ക് റെക്കമെൻഡ് ഒന്നും ഈ ലോകത്ത് ഒരു കാര്യത്തിൽ നടക്കാറില്ല. റെക്കമെൻഡ് ചെയ്ത ഒരു സ്ഥലത്ത് ജോലിക്ക് എല്ലാവർക്കും കയറാൻ പറ്റും, ജോലിക്ക് ആയിക്കോട്ടെ എന്തെങ്കിലും കയറാൻ പറ്റും. അത് ആ ജോലിയിൽ നമ്മൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് മന്തിൽ തന്നെ നമ്മളവിടെ നിന്ന് പറഞ്ഞു വിടുന്ന പോലെ തന്നെ ഫസ്റ്റ് മന്തിൽ ചിലപ്പോൾ അവിടെ ഇറങ്ങി പോകേണ്ടി വരും. ഈ റെക്കമെൻഡ് എന്നുള്ള വാക്ക് ഈ ലോകത്ത് വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് അറിയാൻ പാടില്ല.
നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ആഗ്രഹം പിൻവാതിൽ നിയമനം ഉണ്ടാവും. ഏ? പിൻവാതിൽ നിയമനം ഉണ്ടാവും. പിൻവാതിൽ നിയമം ഉണ്ടാവും, അത് വേറെ സബ്ജക്റ്റ് ആണ്. അല്ല, അങ്ങനെ ചിലപ്പോൾ ഇതിലും ഉണ്ടാവില്ല. ഇതിനകത്തുണ്ടല്ലോ ഇതിനകത്ത് ഇന്റർവ്യൂ വരെ എത്താം. ഇപ്പം ഞാൻ വിചാരിക്കാം, വിചാരിച്ചാൽ നമുക്ക് ഇന്റർവ്യൂ വരെ നമ്മുടെ റെക്കമെൻഡേഷൻ കൊണ്ട് എത്തിക്കാം. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ നിന്ന് കേറേണ്ടത് ടാലന്റ് ആണ്. എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ പല ആളുകളും ഈ പറഞ്ഞ പിൻവാതിൽ നിയമം പോലെ പല രീതിയിലും ബെനിഫിറ്റ്സ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ബുദ്ധി എവിടെ പോയി? നമ്മളും കൂടെ ചിന്തിക്കണ്ടേ? നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ സേഫ് കളികളിൽ പറഞ്ഞപ്പോഴാണ് ഈ പിൻവാതിൽ നിയമനം ബിഗ് ബോസിലും ഉണ്ട് എന്നതിന്റെ ഒരു തെളിവായിട്ട് അഖിൽമാരാ പറഞ്ഞ് പൈസ കൊടുത്ത് സ്വാധീനിച്ചും ആളുകൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അയാളുടെ എക്സ്പീരിയൻസിലായിരിക്കാം, എനിക്ക് അറിയില്ല. അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അയാൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹം അങ്ങനെയാണോ കയറിയ എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർത്തത്. അപ്പോൾ എന്നോട് അല്ലെങ്കിൽ ചോദിക്കുക അതെന്താ ചോദിക്കായിരുന്നെന്ന് ചോദിക്കല്ല. താങ്കളെപ്പോലെ ഒരു ഡയറക്ടറെ കിട്ടുമ്പോൾ ആ ഷോ ചെയ്ത ഡയറക്ടർ എൻ്റെ ഫ്രണ്ടും കൂടെ ആയപ്പോൾ എനിക്ക് ഫൈസലിനടുത്ത് ചോദിക്കാം എന്നുകൊണ്ടാണ് ഈ ചോദിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഈ ശനി ഞായറുള്ള എപ്പിസോഡാണല്ലോ ചെയ്യുന്നത്. ആ ശനി ഞായർ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലാലേട്ടൻ ഫ്ലൈറ്റിൽ നിന്ന് കാണുന്നു, ഫൈസലും അതുപോലെ തന്നെ സമയമെടുത്തത് കാണണ്ടേ? പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഉറപ്പായിട്ടിരുന്ന് കാണുമല്ലോ. നമ്മളും ചെയ്യുന്ന ഒരു ഷോയുടെ ഒരു വലിപ്പം നമുക്കറിയാലോ. നിങ്ങൾ ഓരോ ദിവസം എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈസൽ 2 ദിവസത്തെ ഷൂട്ടിനായിരിക്കും പോവുക, ചിലപ്പോൾ 3 ദിവസമായിരിക്കും പോവുക, പിന്നീട് ഫൈസലിൻ്റെ ജോലിക്ക് പോകും. ആ സമയം ഓരോ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അന്നന്ന് ദിവസങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? എല്ലാ ദിവസവും നമ്മുടെ ടീം ഇപ്പം പല സ്ഥലത്താണ് ഈ സൂമിലൊക്കെ ഇരുന്ന്. അതെ. പിന്നെ ഡെഫിനറ്റ്ലി ചർച്ച ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പൊ എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒക്കെ അപ്ഡേറ്റ് എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതോടൊപ്പം നമ്മൾ ഈ കാണിക്കേണ്ട ഈ ലാലേട്ടൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ ഇന്നതാണ് കാണിക്കേണ്ടത്. ലാലേട്ടന്റെ ഷോ ഡെഫിനറ്റ്ലി പ്ലാൻഡ് ഷോ ആണ്. ബിക്കോസ് അതൊരു വീക്കെൻഡ് എന്ന് പറയുന്നത് ആ വീക്കെൻഡിലെ എല്ലാ കാര്യങ്ങളെയും ആളുകൾക്ക് നമ്മൾക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മറൈസിങ് ഷോ ആണ്. സോ പോരാത്തതിന് ലാലേട്ടൻ വരുന്നു. അപ്പം ലാലേട്ടന്റെ മുന്നിൽ ഒരിക്കലും നമ്മളൊരു പ്ലാൻഡ് അല്ലാത്തൊരു കാര്യം പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ജനങ്ങൾക്കും അതുമാണ് ഇഷ്ടം. പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവും. അപ്പൊ ആ പ്ലാനിങ്ങിനാണ് ദേ ആർ ഓൾസോ ഹയറിംഗ് ഡയറക്ടേഴ്സ് അല്ലേ. അപ്പൊ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത്. അപ്പൊ അത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന ഷോ ആണിത്. ആ വീക്കെൻഡ് പ്ലാൻ ചെയ്ത് അത് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡ്, ഈ എപ്പിസോഡിൽ ഇത്ര തൃശ്ശി ഇത് ലാലേട്ടൻ വരും, അതിൻ്റെ ഒരു ക്ലിപ്പിംഗ്സ് കാണിക്കണം. നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു. ലാലേട്ടൻ വെള്ളിയാഴ്ച വരുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ഈ സംഭവമാണ് ലാലേട്ടൻ ഒന്ന് അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അന്ന് തന്നെ തലേന്ന് വെള്ളിയാഴ്ച ഇത് നമുക്കൊന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലാലേട്ടൻ അന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ടോ? എല്ലാം നമ്മൾ എഡിറ്റഡ്, അതായത് സാറ്റർഡേ സൺഡേയിൽ എന്താണോ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വിഷ്വൽ കാണിക്കണമെങ്കിൽ നമ്മുടെ എഡിറ്റേഴ്സ് നമ്മുടെ മീറ്റിംഗിൽ നമ്മുടെ അടുത്ത് ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ കാണിക്കുന്നത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യും ഡെഫിനറ്റ്ലി. ലാലേട്ടനെ കാണിച്ചു കൊടുത്തില്ല. പിന്നെ അപ്പൊ അത് എന്നാ ഇതല്ലല്ലോ. അപ്പൊ ലാലേട്ടൻ ഓർക്കണം, ഞാൻ കണ്ടപ്പോൾ ഇതിൽ നല്ലത് സംഭവം ഇതുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് പിടിച്ചാലൊന്ന് ലാലേട്ടൻ ചോദിക്കാറുണ്ട്. ചോദിച്ചാൽ നമ്മൾ അത് വീണ്ടും കണ്ടിട്ട് വീണ്ടും അത് ഒന്നുകൂടെ ഫൈനൽ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചർച്ചയിൽ നിന്നും കൺക്ലൂഡ് ചെയ്തിട്ടാണ് ആ സാധനം ഉണ്ടാവുന്നത്. വീണ്ടും അത് ചർച്ച ചെയ്ത് ഒന്നും കൂടെ കാണുമായിരുന്നു, ലാലേട്ടനായിട്ടിരുന്ന് കാണും, എന്നിട്ടായിരിക്കും ഫൈനൽ ചെയ്യുക. അതെ. അപ്പം നല്ല പണിയുണ്ട് അവിടെ. ഈ പറഞ്ഞ പോലെ പോയി ചെയ്തിട്ടങ്ങ് വരുമല്ല, ഒരിക്കലും ഇല്ലല്ലോ. ലാലേട്ടൻ പോയി എല്ലാവരും ലാലേട്ടന് പൈസ കൊടുക്കുന്നു, പോയി ആങ്കർ ആയിട്ട് വരുന്നു, ആരോഗ്യം എഴുതി കൊടുക്കുക പറഞ്ഞിട്ട് പോകുന്നു. അതല്ല, ലാലേട്ടൻ അതിനു വേണ്ടി എല്ലാ ആഴ്ചയും സമയം മാറ്റിവെച്ച് ഓരോ മണിക്കൂർ കാണുന്നുണ്ടെന്നാണ് വാസ്തവം. ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം പുറത്തറിയുന്ന കേട്ടോ. ഉറപ്പായിട്ട്. ഇപ്പൊ മറ്റേ മലൈക്കോട്ടെ വാലിബൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്കായിരുന്നു ഞാൻ സീസൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ അടുത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ആള് മറ്റേ ഡെസേർട്ടിലേക്ക് അല്ലായിരുന്നു, അവിടെ നിന്ന് ഇത്ര കിലോമീറ്റർ എയർപോർട്ടിലേക്ക് വരണം, അവിടെ നിന്ന് എയർപോർട്ടിൽ വന്നിട്ടൊക്കെയാണ് ആള് വരുന്നത്. എന്നിട്ടും ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് വേണ്ടിട്ട് ഇവിടെ എത്തിയിട്ട് തിരിച്ചു പോകണം വീണ്ടും. അതെ. അപ്പൊ അത്രയും ലാലേട്ടനെ കുറിച്ചൊന്നും നമ്മൾ എന്തിനാണ് എത്ര നാളുകളായിട്ട് നമുക്ക് അറിയാവുന്ന ആളാണ്. അപ്പം അതൊന്നും ഒരിക്കലും അങ്ങനെയല്ല. ഇത് തെറ്റിദ്ധാരണയായിരുന്നു കേട്ടോ ആളുകൾ. ഞാൻ അതുകൊണ്ട് തന്നെ ഫൈസലുമായിട്ട് ഇരുന്നാൽ ഷോ ഡയറക്റ്റ് ചെയ്ത ആളുമായിട്ട് ഇരുന്നപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള അറിയണല്ലോ. ഞാൻ വരെ വിശ്വസിച്ച് ഡയറക്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത് ലാലേട്ടൻ വന്ന് എഴുതി കൊടുക്കണം, വായിച്ച് പോകുന്നു എന്നല്ലേ നമ്മൾ വരെ വിശ്വസിക്കുന്നത്. എനിക്ക് ലാലേട്ടനിൽ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സാധനം എഴുതി കൊടുത്താൽ അതെന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് എന്ന് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി അതിലേക്ക് കയറിയിട്ടാണ് ഓക്കെ നമുക്ക് ടേക്ക് പോകാമെന്ന് പറയുന്നതല്ലേ. നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള ആ കാര്യം. അപ്പം അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ആൾ ചെയ്യുന്നത്. അത്രയും കണ്ടിട്ട് തന്നെയാണ് വരുന്നത്. എപ്പോഴും നല്ല രീതിയിൽ കാണും, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്. ഈ ടാസ്ക് എഴുതുന്നത് അതിനുള്ള പ്രത്യേക ടീമുകളാണ്. ഞാൻ ആ ഷോ കാണാറില്ല, ഭയങ്കര വേസ്റ്റ് ഷോ ആണ് എന്ന് പറയുന്നത്.
ലാലേട്ടനെ കൊണ്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യിപ്പോൾ ആ ഡാൻസ് ആളുകൾ എടുത്തിട്ട് ട്രോളി ഭയങ്കര വൈറലായി. ഇത് ആളുകൾ ട്രോളുന്നതിന് മുന്നേ ഇത് ട്രോളാനാണ്. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.